ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഒരുപാട് സ്ത്രീകളിൽ കാണുന്ന ഒരവസ്ഥയാണ് ആർത്തവം ക്രമരഹിതമായി വരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കേസുകളിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് ആർത്തവ ക്രമക്കേട് എന്നുള്ളത്? സാധാരണയായി നമുക്ക് മെൻസസ് വരേണ്ടത് 21 ദിവസം മുതൽ 35 ദിവസം വരെയുള്ള സമയങ്ങളിലെ ഇൻ ബിറ്റ്വീനിലുള്ള ഒരു ടൈമിലാണ് നമുക്ക് വരേണ്ടത്. ശരിക്കും 28 ഡേയ്സ് സൈക്കിളാണ് കാണാറ്. എന്നിരുന്നാലും 21 ദിവസം മുതൽ ചില ആളുകളിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ 35 ദിവസം വരെയും കാണാറുണ്ട്. ഏകദേശം ഒരു മാസം എന്ന് നമുക്ക് കണക്കിലെടുക്കാം. ഇങ്ങനെയുള്ള കറക്റ്റായിട്ട് വരേണ്ട ഈ പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഏറ്റവും കോമൺ ആയിട്ട് ക്രമക്കേട് കാണുന്നത് മെനാർക്കി, അതായത് മെൻസസ് അറ്റൈൻ ചെയ്യുന്ന സമയം. ചെറിയ കുട്ടികളിൽ 12-13 വയസ്സുള്ള കുട്ടികളിൽ സാധാരണയായി ശരിയായി വരാതെ വരിക, ഇറഗുലർ ആയിട്ട് മാറി മാറി വരിക, ചില മാസങ്ങളിൽ വിട്ടുപോവുക ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രായം, അതായത് ഏകദേശം ഒരു 1-2 വർഷത്തിന്റെ ഉള്ളിൽ അത് തന്നെ ക്ലിയർ ആവുന്നതും കാണാം. ഇതേപോലെ തന്നെ മെനപ്പോസ് സമയത്തും നമുക്ക് ഇതേപോലെ തന്നെ ഒരു 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് ശരിക്കും മെനപ്പോസ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ ഇറഗുലാരിറ്റീസ് പീരീഡ്സിൽ ഉണ്ടാകാറുണ്ട്. അതും അത്ര കണക്കിലെടുക്കേണ്ടതല്ല. ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെനപ്പോസൽ പീരീഡിലും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ചെറിയൊരു ഇറഗുലാരിറ്റീസ് വന്നിട്ട് അത് നിന്നു പോകുന്നത് കാണാം. എന്തൊക്കെയായിരിക്കാം ഇതിന്റെ കാരണങ്ങൾ? ഏറ്റവും പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോർമോൺസിന്റെ ഇംബാലൻസ് ആണ്. പ്രൊജസ്ട്രോണും ഈസ്ട്രജനും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മിക്കവാറും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നമാണ് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ. PCOD അതായിരിക്കാം കാരണം. പിന്നെ മെനാർക്കി, അതായത് പീരീഡ്സ് തുടങ്ങുന്ന സമയത്തുള്ള ചെറിയ ഹോർമോണൽ ഇംബാലൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെനപ്പോസ് ആയിരിക്കാം. പിന്നെ നമുക്ക് മുഖക്കുരു, ഇതിനോട് ചേർന്ന് വരുന്ന പ്രശ്നങ്ങളാണ് മുഖക്കുരു, മുഖത്തെ രോമം, മുടി കൊഴിയുന്നു, വെയിറ്റ് കൂടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് ഈ ഒരു സിംറ്റംസിൽ നിന്ന്, അതായത് ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതിനോട് ചേർന്ന് വയറിലുണ്ടാകുന്ന വേദന, അത് ചെറിയ കുട്ടികളിലും, അതായത് നമുക്ക് മെനാർക്കി തുടങ്ങിയിട്ട് എല്ലാ പ്രാവശ്യം പീരീഡ്സ് വരുന്ന സമയത്ത് വയറുവേദനയുള്ള ആളുകൾ ഉണ്ടാകാം. ഇല്ലെങ്കിൽ പീരീഡ്സ് കഴിയാൻ മെനപ്പോസ് ആകുന്ന സമയത്ത് ഭയങ്കര ശക്തിയായ വയറുവേദന, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് നമ്മൾ USG, അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിക്കവാറും അത് ഫൈബ്രോയിഡിന്റെ പ്രശ്നങ്ങളായിരിക്കാം. ചെറിയ കുട്ടികളിൽ അതും ശ്രദ്ധിക്കണം. ഹോർമോണൽ ഇംബാലൻസ് ആവാം, ബ്ലഡിന്റെ കുറവ് കൊണ്ടായിരിക്കാം വയറുവേദന വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PCOD ആയിരിക്കാം കാരണം. ഇനി PCOD എടുത്ത്, ഇതിപ്പോൾ ഹോർമോണൽ ഇംബാലൻസിന്റെ ഓവറോൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് PCOD മാത്രം എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടാവാം, അതേപോലെ തന്നെ മുഖക്കുരു, മുഖത്തെ രോമം, ഇതെല്ലാം കൂടെ ഉണ്ടാകാം. ഇതിന്റെ കൂടെ തന്നെ വെയിറ്റ് കൂടുന്നു, ഭയങ്കര ക്രമാതീതമായി വെയിറ്റ് കൂടുന്നു, ക്ഷീണം കൂടുന്നു. വെയിറ്റ് കൂടുമ്പോൾ സാധാരണ എല്ലാവരും എന്താണ് പറയുന്നത്? നല്ല പുഷ്ടിയായിട്ട് ഇരിക്കുവാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ക്രമാതീതമായി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് PCOD ആണെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഇതിലേതെങ്കിലും ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ സ്വീകരിക്കണം. ഇനി തൈറോയിഡ് ആണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായിരിക്കാം, ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കാം. ആ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമുക്ക് പീരീഡ്സ് മിസ്സാവുന്നു, അല്ലെങ്കിൽ പീരീഡ്സ് ലേറ്റ് ആവുന്നു. അതിന്റെ കൂടെ തന്നെ ക്ഷീണവും മുടികൊഴിച്ചിലും എന്തായാലും കാണിക്കും. അപ്പൊ ഈ തൈറോയിഡിന്റെ വ്യതിയാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് എന്തായാലും ശ്രദ്ധിക്കണം. അത് ഒരു വലിയ കാരണം തന്നെയാണ്. അത് ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുകയും വേണം. കാരണം തൈറോയിഡിന്റെ പ്രവർത്തനം ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ അതിന് വേണ്ടുന്ന മരുന്നുകൾ കഴിക്കണം. ഇനിയുള്ളത് നമുക്ക് വരുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ശാരീരികമായും മാനസികമായും സ്ട്രെസ് കൂടുന്ന സമയത്ത് അത് നമ്മുടെ ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്തിട്ട് നമുക്ക് പീരീഡ്സിൽ മിക്കവാറും ലേറ്റ് ആവുക, അല്ലെങ്കിൽ പീരീഡ്സ് വരാതിരിക്കുക, ഈ ഒരു അവസ്ഥ കാണാറുണ്ട്. ഇനി അമിതമായ വ്യായാമം കൂടുതൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അതായത് അത്ലറ്റിക് കുട്ടികളിൽ, അങ്ങനെ അത്ലറ്റ്സ് ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് വ്യായാമം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ കേസസിലും ചില സമയത്ത് പീരീഡ്സ് മിസ്സാവുന്ന കാണാറുണ്ട്. അത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ മരുന്നെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മതിയാവും. ഇനിയുള്ളത് ഭക്ഷണക്രമക്കേടുകൾ. അതിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സമീകൃത ആഹാരം കഴിക്കാതെ ഇരിക്കുക. എന്നാൽ മറ്റുള്ള പ്രോസസ്ഡ് ഫുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഒബേസിറ്റി ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് PCOD
ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉള്ളവരാണെങ്കിൽ അത് കൂടി വരുന്നു, ഇല്ലാത്തവരാണെങ്കിൽ അത് വരുന്നു, അതായത് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, അതായത് ഭക്ഷണ ക്രമക്കേടുകളിൽ നിന്നും നമുക്ക് നിർബന്ധമായും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ നമ്മുടെ വെയിറ്റ് റേസ് ചെയ്യുന്നു, കൂടെ ഈ ബാക്കിയുള്ള അസുഖങ്ങൾ നമ്മുടെ പിന്തുടരുന്നു. അപ്പൊ എല്ലാ പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് PCOD ഉള്ളത് കൊണ്ടാണ് ഞാൻ തടി വെക്കുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആദ്യം തടി കുറയ്ക്കാനുള്ള ശ്രമം തന്നെ എടുക്കണം. കാരണം തടി കൂടിയതിന് ശേഷമാണ് നമുക്ക് PCOD ഉണ്ടായത്. അതുവരെ നമുക്ക് പീരീഡ്സ് റെഗുലർ ആയിരുന്നു. അപ്പൊ അത് വേണം നമ്മൾ ഓർക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം, ഭക്ഷണ ക്രമക്കേടുകൾ, പ്രോസസ്ഡ് ഫുഡ്, പിന്നെ വൈറ്റ് ഷുഗർ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങളിൽ നിന്നും നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ആവുന്നു. ഇനിയുള്ളത് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന ആളുകളാണ്. പലതരത്തിലുള്ള മെഡിസിൻസ്, ഇപ്പോൾ നമുക്ക് പല നമ്മുടെ ടെമ്പിളിൽ പോകാൻ വേണ്ടി പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കഴിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഗർഭനിരോധനത്തിന് വേണ്ടി തന്നെ നമ്മൾ കഴിക്കുന്ന IPL പോലെയുള്ള മരുന്നുകൾ, ഇതെല്ലാം നമ്മുടെ പീരീഡ്സിനെ വളരെ മോശമായി എഫക്ട് ചെയ്യാനും അതേപോലെ തന്നെ പീരീഡ്സ് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനും നമ്മൾ ആവശ്യമെങ്കിൽ മരുന്ന് തന്നെ തേടണം. അത് കറക്റ്റ് ആക്കുക. അങ്ങനത്തെ മാക്സിമം അങ്ങനെ ഗുളികകൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മെനപ്പോസ് ടൈം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, മെൻസസ് നിൽക്കുന്ന സമയത്ത് ഇറഗുലാരിറ്റീസ് ഉണ്ടാവാം. ശ്രദ്ധിക്കേണ്ടവയാണെങ്കിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ അതിന്റെ മുന്നേ, അതായത് 45 years to 55 yearsന്റെ മുന്നേ നമുക്ക് പീരീഡ്സ് നിൽക്കുന്ന ഒരവസ്ഥ, മെനപ്പോസലായിട്ട് ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു 45 വയസ്സിന് മുന്നേ നമുക്ക് പീരീഡ്സ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതും നമ്മൾ ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള കാരണങ്ങൾ. ഞാൻ ഒരുവിധം എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാരണങ്ങളായിരിക്കാം എന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇനി ഇതിന് നമുക്ക് പ്രകൃതിദത്തമായി എന്തെല്ലാം ചെയ്യാം, ഇങ്ങനെ വരാതെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ പൊതുവേ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ ഇതിനും ആവശ്യമാണ്. കാരണം നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ചെയ്യേണ്ടതാണ്. 7 to 8 hours ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതെല്ലാം നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എക്സർസൈസുകൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു 30 minutes നടത്തം അത് ധാരാളം മതി. ആവശ്യമെങ്കിൽ മാത്രം കൂട്ടിയാൽ മതി. ഈ ഒരു നടത്തം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ പീരീഡ്സ് ഒക്കെ നല്ല റെഗുലർ ആയിട്ട് വരുന്നത് കാണാം. പിന്നെ നമുക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സ്ട്രെസ്, അതായത് പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന ആളുകളിലൊക്കെ യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, ബ്രീത്തിങ് എക്സർസൈസസ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എക്സർസൈസിന്റെയും ഉറക്കം കറക്റ്റ് ആക്കലും. പിന്നെ ആവശ്യമെങ്കിൽ മാത്രം എന്താ പറയുക, ഭക്ഷണത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, അതായത് അയൺ കണ്ടന്റ് കുറവുള്ള ആളുകളിൽ നമുക്ക് എപ്പോഴും കാണുന്ന ഒരവസ്ഥയാണ് പീരീഡ്സ് നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഈ അയൺ കണ്ടന്റ് കൂടുതലുള്ള മാതള നാരങ്ങ, ഈന്തപ്പഴം, ചീര, അതായത് ഇലക്കറികൾ, ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആവശ്യമെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ പ്രത്യേകിച്ച് D കുറവുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതേപോലെ മറ്റുള്ള മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റുകൾ ആവശ്യമെങ്കിൽ അങ്ങനെ സപ്ലിമെന്റ് ചെയ്യുന്നതും നല്ലതാണ്. ഈ അയൺ ഇത് കുടിക്കൽ മാത്രം, അതായത് അയൺ മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ ഇനി പീരീഡ്സ് ആവും എന്ന് വിചാരിക്കേണ്ട. പ്രോസസ്ഡ് ഫുഡ്സ്, കഫീൻ, അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത, നമുക്ക് ആവശ്യമില്ല, പിന്നെ അതേപോലെ ആൽക്കഹോൾ, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കും കൂടിയും ചെയ്യണം. അതും കൂടി ചെയ്താൽ മാത്രമേ, ഈ കഫീൻ അടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ ഹോർമോൺസിന്റെ പഴയ ഒരു അവസ്ഥയിലേക്ക് വരികയും പീരീഡ്സ് റെഗുലർ ആവുകയും ചെയ്യുന്നത്. ഇനി ഹെർബലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ പീരീഡ്സ് ആകുന്നതിന് അതായത് നല്ലതാണ്. ആസ്പെരാഗസ്, ഇതൊക്കെ അതായത് നമ്മുടെ ആസ്പെരാഗസിന്റെ ഇത് കഴിക്കുന്നത്, അതേപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്, സിനമൺ, കറുവാപ്പട്ട, ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ്. എങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആകുന്നില്ല, നമുക്ക് പീരീഡ്സ്. പിന്നെ എള്ളിന്റെ സാധനങ്ങൾ, ശർക്കരയുള്ള സാധനങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം കഴിച്ചിട്ടും നമുക്ക് പീരീഡ്സ് ആവുന്നില്ല, ഒരു 2 or 3 പ്രാവശ്യമായിട്ട് പിന്നെയും മന്ത്ലി നമുക്ക് പീരീഡ്സ് കിട്ടുന്നില്ല എങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമുണ്ട്. അതിന്റെ കൂടെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കുക. ഈ ഗർഭനിരോധന മരുന്നുകൾ അതെല്ലാം ഒഴിവാക്കുക. ഭക്ഷണവും ഉറക്കവും കറക്റ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ടും നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്നില്ല എങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക. അതേപോലെ പിന്നെ ഒരു കേസുകൾ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ
പ്രീ മെൻസ്ട്രൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഫിസിക്കലി ആൻഡ് മെന്റലി വരുന്നുണ്ട്. നമുക്ക് മെൻസസിന് മുന്നേ ഭയങ്കരമായ ശക്തിയായ വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള, പ്രത്യേകിച്ച് ടീനേജേഴ്സിലാണ് അത് കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളും മരുന്ന് കഴിക്കുന്നതാണ് നല്ലതെങ്കിൽ ഇതെല്ലാം ചെയ്തു നോക്കുക. ആവശ്യത്തിന് ബ്ലഡ് കറക്റ്റ് ചെയ്ത് നോക്കുക, വൈറ്റമിൻസ് കറക്റ്റ് ചെയ്ത് നോക്കുക. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രെസ്സൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് വേദനയ്ക്കും കുറവില്ല, അതേപോലെ തന്നെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും ആവശ്യമെങ്കിൽ മരുന്ന് തേടുക. കാരണം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ തേടണം. ചിലപ്പോൾ പീരീഡ്സിൽ വലിയ കംപ്ലയിൻസ് ഉണ്ടാവില്ല, പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ, തലവേദന വരുന്നു, വിശപ്പ് വരുന്നു, കൂടുതലായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, ഛർദ്ദിക്കാൻ തോന്നുന്നു, വയറിന് പ്രശ്നം തോന്നുന്നു, വയറിളക്കം ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ പീരീഡ്സിനോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്, പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും. അതുകൂടാതെ ഈ ഒരു മെൻസസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എന്തൊക്കെയാണോ അതിൻ്റെ പ്രശ്നങ്ങൾ, അതിനുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും ബെറ്റർ ആക്കാൻ പറ്റും, ഒഴിവാവാൻ പറ്റും. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതെല്ലാം ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പേഷ്യൻസ് അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പീരീഡ്സ് വരാത്തതും പീരീഡ്സ് കറക്റ്റായി വരുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മളെ ബെറ്റർ ആക്കുന്നു എന്നുള്ള കാര്യം അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്